ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു സൺഡേ വീടിൻ്റെ അകം ഞങ്ങൾ വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനും ആദ്യക്കൂട്ടനും കൂടെ റോട്ടിലേക്ക് ഇറങ്ങിയേക്കണേ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ എവിടെ നിന്നില്ലാത്ത പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട്. സംഭവം റോട്ടിലാണെങ്കിലും നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഈ കച്ചറയെ കാണുന്നത് നിറച്ചിങ്ങനെ പുല്ല് പിടിച്ച് നിൽക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വൃത്തിയാക്കാം. കാരണം കുറേ ഏരിയ അല്ല, പക്ഷെ നമ്മൾ വീടിൻ്റെ മുറ്റത്തുള്ളൊരു ഏരിയ വൃത്തിയാക്കാന്ന് കരുതിയിട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ആദ്യം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് ഞാനാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അത് അപ്പുറത്തെ വീടിൻ്റെ പതിലാണെങ്കിൽ പോലും റോട്ടിലേക്ക് നമുക്ക് നേരെ കാണുന്നത് ആ പുല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആമി അന്ന് പാട്ട് ക്ലാസ്സിന് പോയ ദിവസമായിരുന്നു. അബ്ചേട്ടൻ എന്ത് സൈറ്റ് പോകാണ്ടായിരുന്നു. സാധാരണ എല്ലാവരും കൂടിയിട്ടാണ് നിൽക്കാറ്. ആമി ഇതിലൊന്നും പങ്കെടുക്കാറില്ല, പക്ഷെ അബ്ചേട്ടൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് അബ്ചേട്ടനില്ല കേട്ടോ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന്, അപ്പം നമ്മുടെ ഒരു വീടിൻ്റെ മുറ്റുള്ള ഭാഗം മാത്രമേ ഞാൻ വൃത്തിയാക്കുന്നുള്ളൂ. നമ്മുടെ വീട് വരുന്ന ഒരു ഏരിയ മാത്രം. സാധാരണ എന്താ ഉണ്ടാവാറെന്നറിയോ, ഞാനിതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ പുല്ല് പറിക്കണ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവർ വരുന്നേ. അപ്പം ഞാനിത് പറിക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു എന്ന് തോന്നുട്ടോ. അവരറിഞ്ഞോണ്ടൊന്നല്ല അവർ വരുന്നത്, പക്ഷെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കോയിൻസിഡൻ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. 2-3 തവണ ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് അവർ വരലില്ല. മാത്രമല്ല വന്നിരുന്നത് ഇങ്ങനെ പുല്ല് പറക്കി വെട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ചാൽ വരുന്നത്. പക്ഷെ അതുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വൃത്തിയാവാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളൂ. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് പുല്ലിങ്ങനെ വീണ്ടും മുളച്ചു തുടങ്ങും. അപ്പം പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ പുല്ലിങ്ങനെ പറിച്ച് കളയുക ചെയ്യുക. അപ്പം അങ്ങനെ പറിച്ച് കളയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും പുല്ല് പിന്നെ വീണ്ടും അവിടെ മുളക്കില്ല. പെട്ടെന്നെന്ന് പറയുമ്പോൾ പുല്ല് വളരാനുള്ളൊരു കാലയളവാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറേ മാസങ്ങളോ അങ്ങനെയൊന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പെട്ടെന്ന് വളർച്ച ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം ഈ ഒരു സമയത്ത് തുമ്പയ്ക്കൊക്കെ ഇച്ചിരി ചൊറിച്ചിൽ കുറവാന്ന് തോന്നുന്നു എനിക്ക്. ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ മണ്ണെണ്ണക്കുടിയനും ഒച്ചൊക്കെ ഉണ്ടാവുമല്ലോ അവിടുത്തെ. അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ളതാണ്. പക്ഷെ നമ്മളാരും കാത്തിരുന്നിട്ട് വൃത്തിയാക്കാൻ വരുന്ന് കരുതി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കൈ തന്നെ പെടണം. അപ്പം പിന്നെ ഇവൻ ആദ്യം എൻ്റെ കൂടെ കൂടും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ അവനൊരു കുഞ്ഞി കൈക്കോട്ടുണ്ട്. അത് സംഭവം ചെടിയുടെ ചെടിച്ചട്ടിക്ക് കളയ്ക്കാൻ വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാ. അതും കൊണ്ടാണ് അവൻ നടക്കുന്നത്. ഒരു കുഞ്ഞി കത്രിക ഉണ്ടാക്കുക. ഈ പുല്ലൊക്കെ തല മാത്രം ഇരുന്ന് വെട്ടും കത്രിക കൊണ്ട്. അതൊരു കുഞ്ഞി കത്രിക കൊണ്ട് നടക്കാം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, 2 കത്രിക അവൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അങ്ങനെ വെട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് മുളച്ചു വരും എന്ന് പറയുന്നുണ്ട്. ഇവന് കയ്യോണ്ട് പുല്ല് പറിച്ച് കളയാൻ വലിയ താല്പര്യമില്ല. ഇങ്ങനെ കിളയ്ക്കും. അപ്പൊ കിളയ്ക്കുമ്പോൾ 2 കാര്യമുണ്ട്. അടിയിൽ നിന്ന് വേര് തൊട്ട് പോരും. പക്ഷെ എങ്കിലും ഉണ്ടല്ലോ അവിടെ നിറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ആവും. എന്നിട്ട് അതിൻ്റെ അടുത്ത് പറയണ്ട, അത് ഇങ്ങനെ ആക്കല്ലേ, നീ അത് കൈകൊണ്ട് ജസ്റ്റ് പറിച്ചിട്ടാൽ മതി, ഞാൻ അടിച്ചു വാരിയോണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാരണം അവൻ ചെയ്യണത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി എനിക്ക് നടത്താൻ പറ്റില്ല. അപ്പം ഞാൻ പറിച്ചു തുടങ്ങിയ ഒരു സൈഡ് തൊട്ടിട്ട് ഞാൻ തുടങ്ങിയേക്കണം. അപ്പോൾ അതോടുകൂടെ തന്നെ അടിച്ചു വാരിയും പോവാണ്. അപ്പോൾ നമ്മൾ ചില പുല്ലുകൾ നമ്മുടെ കയ്യിൽ പെടില്ല. ഇങ്ങനെ പറിച്ചത് അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണില്ല ഇനി എവിടെയാണ് പറിക്കാനുള്ളതെന്ന്. അപ്പം ഞാൻ അതോടുകൂടെ തന്നെ കൈയോടെ അടിച്ചു വാരിയിട്ടും വരുന്നുണ്ട്, അടിച്ചു വാരി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റും പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പണിക്ക് നിന്നത്. ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ അബ്ചേട്ടനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയിട്ട് അമ്മ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അബ്ചേട്ടൻ ഏതോ സൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അമ്മേനെ അവിടെ കൊണ്ടുവന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ പണികൾ തുടർന്നു കേട്ടോ. പിന്നെ ഈ ദിവസം അത്ര വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേനും ഈ ഒരു ഏരിയയിലേക്ക് നല്ല വെയിൽ വരാറുണ്ട്. ആ മതിലുമ്മലും ചെറിയ രീതിയിൽ പുല്ലുകൾ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനെ ഈസി ആയിട്ട് പറിക്കാൻ പറ്റുന്ന പുല്ല്. അതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പലതരത്തിലുള്ള വെറൈറ്റീസ് പുല്ലുകൾ ഉണ്ടായിരുന്നു. പിന്നെ മുക്കുറ്റിയില്ലേ, ഇപ്പോഴത്തെ നമ്മൾ ചന്ദനക്കുരു തൊടാൻ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ മുക്കുറ്റി, അങ്ങനെ തുമ്പ, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. എനിക്ക് എല്ലാ ഇങ്ങനത്തെ ചെടികളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ കസിൻസ് കുറേ പേര് അവർക്കൊക്കെ അറിയാം. പിന്നെ ഇവിടെ അബ്ചേട്ടൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം. അവരൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വളർന്നവരാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം ആ ഒരു ജനറേഷനിലുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഔഷധ ചെടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്താ പറയുക, ഇതിനെ കഞ്ഞുണ്ണി, അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും കേട്ടോ. എനിക്കൊന്നെങ്കിൽ അതിനെ പറ്റിയിട്ട് വലിയ വിവരമൊന്നുമില്ലേ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഓണത്തിന് പറിക്കുന്ന തുമ്പ അതൊക്കെ എനിക്കറിയാം കേട്ടോ. തുമ്പപ്പൂവൊക്കെ പറിക്കാൻ പോകാറുണ്ട്. അതൊക്കെ എനിക്ക് ശീലമുണ്ട്.
അങ്ങനെ അതെ ഈ ഒരു കണ്ട മതിലുമൊക്കെ കുഞ്ഞേ കുഞ്ഞേ ചെടികൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട്. മണ്ണുത്തിയിലേക്ക് പോണേ? ഞങ്ങൾ വൃത്തിയാക്കാണ് ഗൈസ്. നിറച്ച് പുല്ലായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വല്ലതും വന്നിരുന്ന അറിയില്ല. അതുകൊണ്ട് ഇത്ര ഏരിയ മാത്രം വൃത്തിയാക്കും ആദിക്കുട്ടനും ഞാനും. ഞാൻ ബ്ലൂടൂത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ ഒരു പോർഷൻ ഇടാൻ പറ്റുന്നില്ല, കാരണം നല്ലോണം സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പണി ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? സത്യം പറഞ്ഞാൽ ചിലവർക്ക് ഈ ക്ലീനിങ് പണികൾ ഭയങ്കര ഇഷ്ടമാണല്ലേ. എനിക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, പക്ഷെ ചെയ്ത് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വൃത്തിയായി വരുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല വൃത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിനിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം ആദ്യം കുറച്ച് നാളായിട്ട് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കാറുണ്ട് കേട്ടോ. ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം അത്ര തന്നെ. അങ്ങനെ പിന്നെ റോഡൊക്കെ അതോടുകൂടെ തന്നെ അടിച്ചു വാരിട്ടു കേട്ടോ. പക്ഷെ കുറേ മെറ്റലൊക്കെ ആദ്യം കളച്ചപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇളകി വന്നായിരുന്നു. മെറ്റൽ മാത്രമല്ല ഇങ്ങനെ വലിയ വലിയ കല്ലുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അബ്ചേട്ടൻ പറയാനാണെന്നുകൊണ്ട് പറക്കി കളഞ്ഞോളൂന്നു. ഞാൻ അടിച്ചു വാരി മാക്സിമം ഒക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ഇങ്ങനത്തെ ചെയ്യുമ്പോഴേ നമുക്ക് പുറമൊക്കെ വേനെടുക്കുന്നേ, വയസ്സായി തുടങ്ങിയെന്ന് തോന്നും ചില സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ പണികൾ എടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വയ്യായിക തോന്നാട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ നിന്ന് ഇങ്ങനത്തെ അടിച്ചു വാരൽ നമ്മൾ കുറവാണല്ലോ. പണ്ടൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനത്തെ ചൂലുകൊണ്ടാണല്ലേ അടിച്ചു വാരാകൊക്കെ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ഈർക്കിളി ചൂലുകൊണ്ടായിരുന്നു അടിച്ചു വാരനെ. ഞങ്ങൾ അടിച്ചു വാരി തുടങ്ങിയപ്പോഴാണ് ഈ പുൽച്ചൂലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ നമ്മുടെ അത്ര ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അടിച്ചു വാരുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കുറേ നേരം നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പുറമേനയും കാര്യങ്ങളും വരും കേട്ടോ. പക്ഷെ രസമാണ് കേട്ടോ, നല്ല വൃത്തിയാവും എല്ലാവിടും. മുറ്റൊക്കെ അടിച്ചു വരും, പിന്നെ ഈ ചൂല ഇനി പറ്റുള്ളൂന്നേ. അപ്പോൾ അതോടുകൂടെ തന്നെ റോഡൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി കേട്ടോ. കണ്ടാകുമ്പോൾ അതിലെ പോർഷനൊക്കെ നോക്കുക ഗൈസ്, നിങ്ങൾ നല്ല നന്നായി വൃത്തിയാക്കി ഉണ്ടായിരുന്നു. ഇത് അബ്ചേട്ടൻ പറയാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ആ മതിലും കൂടി ഉരച്ച് കേക്ക് ഇടായിരുന്നില്ലേ, എന്നാൽ പച്ച കളറും കൂടി പോയി കിട്ടിയേനേന്ന്. നല്ലോണം നിന്ന് ആക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേ ഞാൻ അബ്ചേട്ടൻ കാത്ത് നിന്നത് അത് പറഞ്ഞിട്ട് ഞാനത് വിട്ടു കേട്ടോ. അത്രയും വലിയ വൃത്തിയൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ ഒരു നമ്മുടെ കാഴ്ചയിൽ ഇങ്ങനെ പുല്ലൊക്കെ കുറേ മറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ വല്ലതൊക്കെ വന്നിരുന്നാലോ ഒന്നും കൂടി പേടിച്ചിട്ട്. അപ്പം ഞങ്ങൾ റീലൊക്കെ എടുക്കുന്ന ഒരു ഏരിയ ആണ്. പുലിവാല് പിടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വൃത്തിയാക്കാൻ നിന്നത്. അങ്ങനെ ഞങ്ങളുടെ കാലത്തെ ക്ലീനിങ് പണികൾ ഇവിടെ അവസാനിക്കാൻ പോവാണേ. അതിനായിട്ട് ഞാൻ ആമീനെ കാലത്തോട് കൊണ്ടുവന്നാക്കാൻ പോയായിരുന്നു കേട്ടോ. ആമീൻ ബസ്സിൽ പോകാനായിട്ട് അവളും ലേറ്റ് ആയിട്ടുണ്ട്. ഞാനും ശരിക്കും പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ കൊണ്ടുവന്നാക്കേണ്ടി വന്നേനെ. പിന്നെ അവൾ പറഞ്ഞു ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവളവിടെ കാലത്തോട് ഇറക്കി കൊടുത്തു കേട്ടോ. കത്രിക കൊടുത്തോ?
ഇവിടെയൊക്കെ വൃത്തിയാക്കി ഗൈസ്. അയ്യോ, ഭാഗമൊക്കെ ക്ലിയർ ചെയ്തു. ഉണ്ടോ അങ്ങനെ നിൽക്കുന്നതാണ്. അതിനേക്കാളും വലിയ വലിയ പുല്ലുകളായിരുന്നു ഇവിടെ നിന്നിരുന്നത്. അല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വൃത്തിയായിട്ട് കിടക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. അയ്യോ വേണ്ട. സിമ്പിൾ ലഞ്ചായിരുന്നു. മോര് കറി, ഓംലെറ്റ്, മോര്, അച്ചാറ്, ഫിനിഷ്ഡ്. ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അബ്സേൻ്റെ മാമയുടെ വീട്ടിൽ പോവാം. മാമയുടെ മോളുടെ ഉണ്ണീനെ കാണാൻ. ഇത്ര നേരം പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നും ചെയ്യാൻ. ഞങ്ങൾ സാധാരണത്തെ പോലെ ഭക്ഷണമൊക്കെ കഴിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചു. പരീക്ഷ പോരാട്ടാ, കുറച്ച് നേരമൊക്കെ ഇത് പഠിച്ചു. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ചോദിക്കാറൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം അങ്ങനെ കുഞ്ഞുണ്ണിയ പ്രസവിച്ചിട്ടുള്ളൂ. എത്ര നാളായിട്ടോ? ഒരു മാസം വേണമെങ്കിൽ അതിൻ്റെ. ഞാൻ ഉണ്ണീനെ കാണിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയുണ്ട്, അബ്സേൻ്റെ അമ്മയുണ്ട്, പിന്നെ ആരുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ ഉണ്ണിക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് കയറിയതാണ് കേട്ടോ. ബേബി ബോയ് ആണേ. ഗേൾസിനാകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ബോയ്സിന് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കളക്ഷനൊക്കെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പെൺകുട്ടികളെ കാണാൻ വേണ്ടിയില്ല, എന്ത് ക്യൂട്ടായിട്ടുള്ള നല്ല പിങ്ക് കളറുള്ള ഉടുപ്പുകളൊക്കെ കാണണം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉണ്ണിക്ക് ഡെയിലി വെയറിന് പറ്റിയൊരു ഡ്രസ്സും അല്ലാണ്ട് ഇടാൻ പറ്റിയൊരു ഡ്രസ്സും, അങ്ങനെ 2 ഡ്രസ്സായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. എന്തോരം ടോയ്സ് ആണല്ലേ ഇപ്പം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ കാലഘട്ടം കഴിയും തോറും ഈ ടോയ്സിൻ്റെ വെറൈറ്റീസൊക്കെ ഒരുപാട് കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആമയുടെ സമയത്തൊക്കെ ടെഡ്ഡി ബിയർ ആയിരുന്നു കേട്ടോ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഒരിക്കൽ ബർത്ത്ഡേക്ക് ചേട്ടൻ സർപ്രൈസായിട്ട് ഫ്രണ്ടിൻ്റെ വണ്ടന ഒരു ടെഡ്ഡി ബിയർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വെറുതെയാണെന്ന് തോന്നി എനിക്ക് കേട്ടോ. കാരണം അതും മുകളിലൊരു കബേർഡ് കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞോളൂ. കാരണം ഒരാളുടെ അത്ര വലിപ്പമുള്ള രീതിയിലുള്ള ഒരു ടെഡ്ഡി ബിയറാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്ന് നടന്ന് കാഴ്ചകളും കണ്ട് നടക്കാറുണ്ട് കേട്ടോ. കാരണം അത് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞവർ. അപ്പോൾ അങ്ങനെ കിടന്ന് നടന്ന് ഞാൻ പിള്ളേരുടെ അടുത്ത് പറയായിരുന്നു, ഇതേപോലത്തെ കുറുക്ക് ബോട്ടിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്പൂൺ അറ്റാച്ച് ചെയ്തുള്ള രീതിയിലുള്ളതൊക്കെ. അങ്ങനെ അവിടെ നടന്ന് ഓരോ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നോക്കി നടന്നു കേട്ടോ. അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ സാധാരണ ബേബി ഗാലക്സി എന്നാണ് കേട്ടോ വാങ്ങിക്കാറ്. ഞാൻ തൃശ്ശൂർ പോകണ്ടേ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ പറവട്ടാനിൽ നിന്ന് മേടിച്ചത്. പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച് പിന്നെ തൃശ്ശൂർ ടച്ച് ചെയ്യാണ്ട് തന്നെ വടക്കേ സ്റ്റാൻഡ് വഴി കൊട്ടേക്കാട് പോവാൻ ആ പ്ലാനിലായിരുന്നു. പിന്നെ മാത്രമല്ല ഇന്ന് ഞാനായിരുന്നു ഡ്രൈവർ. അബ്ചേട്ടൻ ഇന്ന് ബുള്ളറ്റുമ്പോൾ പോയിട്ട് ചെറുതായിട്ടൊന്ന് വീഴാൻ പോയിട്ട് മുട്ടുമ്പോൾ പണി കിട്ടിയിട്ടിരിക്കുക. പക്ഷെ ഇപ്പം അത് മാറി. കുറച്ച് നാളായിട്ട് മടി പിടിച്ചിരിക്കാട്ടോ വണ്ടി ഓടിക്കാൻ. അബ്ചേട്ടൻ ഇങ്ങനെ ഓടിക്കുമ്പോൾ സൈഡിലിരിക്കാൻ എന്ത് സുഖം എന്ന് പറഞ്ഞ രീതിയിൽ അബ്ചേട്ടൻ എടുത്തോ ഒന്ന് പറയാ ചെയ്യാറ്. പക്ഷെ ഇന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് അബ്ചേട്ടൻ മുട്ടുമ്പോൾ ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇടയിൽ വെച്ച് ഞങ്ങൾക്കൊരു പണിയും കിട്ടിയായിരുന്നു കേട്ടോ. റോഡൊക്കെ വളരെ നല്ല റോഡായതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ചിട്ട് ഒരു ചെറിയ പണിയും കിട്ടിയായിരുന്നു ഞങ്ങൾക്ക്. അത് ഞാൻ വീഡിയോയിൽ മുന്നോട്ട് വരുമ്പോൾ കാണാം എന്താ സംഭവം എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീടെത്തി സേഫായിട്ട്. വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ സേഫായിട്ട് അവരെ വീട്ടിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് കുഞ്ഞി ബേബിയും കുഞ്ഞി ബേബിയുടെ ചേച്ചി പെണ്ണും. നല്ല കളറല്ലേ വൈകിട്ട്. പുതപ്പിച്ചു കഴിഞ്ഞ
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചേരൊക്കെ വർത്താനം പറയുന്നു തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ വഴിയിൽ വെച്ചിട്ടേ കൂളൻ്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ വണ്ടിയിലാണെങ്കിൽ സിമ്പൽ വന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടെക്നീഷ്യനെ വിളിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള കോലഴിയിലുള്ള ഒരു പെട്രോൾ പമ്പ് അന്വേഷിച്ച് ചെന്ന് അവിടെ പോയപ്പോൾ സംഭവം ഉണ്ടായിരുന്നു. അത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ എംബ്ലം പോയി. ഇതെന്താണ് ഇതിങ്ങനെ കുറവ് വന്നതെന്ന് മനസ്സിലാവില്ല. കാരണം കഴിഞ്ഞ സർവീസ് കഴിഞ്ഞപ്പോൾ അവരിതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. കണ്ട തുണ്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ അതിൽ നിറച്ചു. ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ പിന്നെ ഓടിച്ചപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ മൊത്തത്തിൽ സെർച്ച് ചെയ്യുക. കാരണം ഇതൊരു EV വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ സാധാരണ ഇവർക്ക് എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു എന്താണ് ഇത് സംഭവം. കാരണം 2 ബോട്ടിൽ പോലുള്ള സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് എന്താണ് ഇതിൻ്റെ ഒന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിലേക്ക് ഒഴിച്ചു കേട്ടോ. അങ്ങനെ വീടെത്തി. അപ്പോൾ അഖിലും അമ്മും കൂടെ ഡാൻസ് പ്രാക്ടീസിൻ്റെ വരാറായോ എന്ന് ചോദിച്ച് വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. ആദ്യത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ ഞാനും ആമിയും കൂടെ പ്രാക്ടീസ് ചെയ്തതല്ലാണ്ട് ഞങ്ങൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഐഡിയ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയയ്ക്ക്. കാരണം നാളെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം. കാരണം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ. അങ്ങനെ അവർ പ്രാക്ടീസൊക്കെ ചെയ്തു, ഞങ്ങളും ചെയ്തു. അപ്പോൾ ഞങ്ങൾ മേമയുടെ അവിടെ നിന്ന് വന്നു കേട്ടോ. മേമയുടെ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളൊരു കസിൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഹൽദീൻ്റെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. കുറേ നാൾ മുന്നേ പ്ലാനിങ് കാണുന്നു, പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ പഠിച്ചു, ഇവിടെ നിന്ന് തന്നെ പഠിച്ചു. എല്ലാവരും കൂടെ കണ്ടിട്ടില്ല, കുറേ പേരൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊക്കെ അല്ലാതെ ഓരോരുത്തരും അതിൽ നിന്ന് ഒഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ കല്യാണ പെണ്ണടക്കം 4 പേരും കൂടെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ അവർ പോയി. അതിൻ്റെ ചെറുതെടുത്തിട്ടുണ്ട്. ആമിയും അമ്മൂക്കെ കളിക്കുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ഇതേ പിള്ളേരെ വീട്ടിലാക്കാൻ പോവാം. 2 പാക്ക് ചെയ്തു. എന്താ പറയുക, ടിങ്കു മിങ്കും ഇരിക്കുന്നത്. എന്താ വെച്ചാൽ നാളെ ഞങ്ങൾ കാലത്തെ ഗുരുവായൂർ പോവാം. ഒരു നേർച്ചയുണ്ട്. കറക്റ്റ് റെഡാ. അപ്പോൾ നാളെ അപ്പോൾ കാലത്ത് ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങും. അപ്പോൾ ഇവർക്ക് സ്കൂളിൽ കൊണ്ടുവന്നാക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. സ്കൂളിലേക്ക് ഇവർക്ക് ആദ്യം പോകേണ്ടത് 8 മണിക്ക്, ആമി പോകേണ്ടത് 8:30ക്കും. അപ്പോൾ ഇവരെ വീട്ടിലാക്കാം. അപ്പം അമ്മ വിട്ടോളും, അച്ഛൻ ആദ്യം കൊണ്ടുവന്നാക്കിയോളും സ്റ്റോപ്പിൽ തരാ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവരെ ഫുള്ള് പാക്ക് ചെയ്തു, യൂണിഫോമൊക്കെ തേച്ചു, ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് പോവാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവന്നാക്കിയിട്ട് തരാം കേട്ടോ. ഒന്ന് റീലെടുക്കണം എന്ന് വെച്ചിട്ട് എടുത്തില്ല. ആ ഡ്രസ്സ് ഇട്ടിട്ട് നാളെ 2 റീലെടുക്കുന്നുണ്ട്. ആ ബ്ലാക്ക് ഇട്ടിട്ട് നോക്കാൻ നല്ല എടുക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കും. തന്നെ ഉള്ളത് ഏതെങ്കിലും പഠിച്ചെടുക്കണം അല്ലെങ്കിൽ. അപ്പം അങ്ങനെ. അപ്പം ഇനി എന്നിട്ടാ ഇനി കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ഇനി കാണാം. നേരെ കൊണ്ടുവന്നാക്കിയിട്ട് വരാം. അപ്പോൾ അവിടെ വെച്ചിട്ട് കുഞ്ഞിനെയും മിന്നുവിനെയൊക്കെ കാണിച്ചു തരാം. വീടിൻ്റെ ചാവി. അച്ഛൻ്റെ അടുത്ത് ചോദിക്കിയതാണ്. ഏതാന്ന് ചോദിച്ചിട്ടോ, ഏതാന്ന് ചോദിച്ചിട്ടോ. അത് ആ കുശുമ്പത്തി, നിന്റെ പനി എന്താ മാറാത്ത? നിന്റെ ഫ്രണ്ട്സ് കാണട്ടെ നിനക്ക് പനിയാണ്, മരുന്ന് കുടിക്കണ്ടെന്ന്. കൊറേ പേര് അതിൽ കമന്റ് ചെയ്യുന്നുണ്ട്, ചലഞ്ച് വീഡിയോസ് ചെയ്യോ പ്ലീസ്. ഇന്നും വന്നിട്ടുണ്ട് ചലഞ്ച് വീഡിയോ ചെയ്യൂ. ഡി ബൈ. നിനക്കാണോടി പനി? കുഞ്ഞിയുടെ അടുത്ത് കിടക്കണ്ട കേട്ടാ. കുഞ്ഞിക്ക് കുറെ ദിവസമായിട്ട് പനി. ഇനി മാറുന്നില്ലെങ്കിൽ ജോസഫ് കൊണ്ട് കാണിച്ചോട്ടോ.
അത് വെച്ചോണ്ടിരിക്കണ്ട നീ. അങ്ങനെ ഞാൻ പിള്ളേരെയൊക്കെ കൊണ്ടാക്കി വന്ന് നാളത്തേക്കുള്ള സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. സെറ്റ് മുണ്ട് ഓൾറെഡി കഴുകി ഞാൻ വെക്കുന്നതോട് കൂടെ തേക്കാൻ കൊടുത്തിട്ട് കേട്ടോ. അയൺ ചെയ്ത് മേടിച്ച് വെക്കുക ചെയ്യാറ്. പിന്നെ ബ്ലൗസൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ കുപ്പിവാള ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കുപ്പിവാളൊക്കെ ഇവിടെയൊക്കെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.